Hi dear friends, CMAയുടെ രണ്ടാമത്തെ ക്ലാസ്സിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊള്ളുന്നു. നമ്മളിവിടെ ഇപ്പോൾ നോക്കുന്നത് യൂണിറ്റ് 1 ആണ്, എക്സ്റ്റേണൽ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ആൻഡ് റവന്യൂ റെക്കഗ്നീഷൻ. ഇതിൻ്റെ ഒരു ഭാഗവും ഒരു ഇൻട്രൊഡക്ഷൻ നമ്മൾ നേരത്തെ വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് കൺസെപ്റ്റ് ഓഫ് ഫൈനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൻ്റെ ബാലൻസ് ആണ്. ഓക്കെ, യൂണിറ്റ് 1 ഓൾമോസ്റ്റ് 1.7 വരെ പഠിക്കാനുണ്ട്. അതിനകത്തുനിന്ന് നമ്മളിപ്പോൾ നോക്കിയത് കൺസെപ്റ്റ് ഓഫ് ഫൈനാൻഷ്യൽ അക്കൗണ്ടിങ് ആണ്. അതിൻ്റെ തന്നെ ബാലൻസ് കുറച്ചുകൂടെ നോക്കാനുണ്ട്. അതാണ് ഈ ക്ലാസ്സിൽ നോക്കുന്നത്. കൺസെപ്റ്റ് ഓഫ് ഫൈനാൻഷ്യൽ അക്കൗണ്ടിങ്ങിനകത്ത് പഠിക്കാനുള്ള, അതായത് ഇപ്പോൾ പറഞ്ഞ ആ പോയിന്റിൽ മാത്രം പഠിക്കാനുള്ള കാര്യങ്ങളാണ് ദ ഒബ്ജക്റ്റീവ് ഓഫ് ജനറൽ പർപ്പസ് ഫൈനാൻഷ്യൽ റിപ്പോർട്ടിംഗ്, യൂസേഴ്സ് ഓഫ് ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്, ഫീച്ചേഴ്സ് ഓഫ് ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് റിലേഷൻഷിപ്സ്, അക്രൂവൽ ബേസിസ് ഓഫ് അക്കൗണ്ടിങ്. ഇത്രയും കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ദ ഒബ്ജക്റ്റീവ് ഓഫ് ജനറൽ പർപ്പസ് ഫൈനാൻഷ്യൽ റിപ്പോർട്ടിംഗ്, യൂസ്ഫുൾ ഇൻ ഡിസിഷൻ മേക്കിംഗ്. നമുക്കറിയാം, ഒരു റിപ്പോർട്ടിങ്ങിൻ്റെ, ഒരു ഫൈനാൻസ് റിപ്പോർട്ടിങ്ങിൻ്റെ എന്തൊക്കെയാണ് അവരുടെ ഒബ്ജക്റ്റീവ് എന്ന് ചോദിച്ചാൽ, അല്ലെ അതിൻ്റെ ഒബ്ജക്റ്റീവ് എന്ന് ചോദിച്ചാൽ യൂസ്ഫുൾ ഇൻ ഡിസിഷൻ മേക്കിംഗ്, entities economic resources and claims to them and changes in resources and claims. അതായത് നമ്മുടെ കമ്പനിയുടെ അല്ലെങ്കിൽ നമ്മുടെ ഓർഗനൈസേഷൻ്റെ റിസോഴ്സസിനെ അറിയുക, അതിൻ്റെ ലയബിലിറ്റീസിനെ അറിയുക എന്നുള്ളത് കൊണ്ട് ഈ റിപ്പോർട്ടിങ്ങിലൂടെ നമുക്ക് അറിയുവാൻ പറ്റും. ഇൻകം സ്റ്റേറ്റ്മെന്റ് ആൻഡ് ബാലൻസ് ഷീറ്റ്, ഇൻകം സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യുവാനും അതേപോലെ ബാലൻസ് ഷീറ്റിന്റെ ക്ലാരിറ്റി, ദ പൊസിഷൻ ഓഫ് ദ ബിസിനസ് മനസ്സിലാക്കുവാനും സാധിക്കും. കൺഫോമിറ്റി വിത്ത് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് ഗ്യാപ്പ്, അതായത് നമ്മൾ US ഗ്യാപ്പ് വെച്ച് ഉള്ള പ്രിപ്പറേഷൻ ആയിരിക്കും സ്റ്റേറ്റ്മെന്റ്സിൽ അല്ലെങ്കിൽ റിപ്പോർട്ടിങ്ങിൽ നടത്തുക. അതിനെ ബേസ് ചെയ്തായിരിക്കും നമ്മൾ അക്കൗണ്ടിങ് പ്രിപ്പയർ ചെയ്യുന്നത്. പിന്നെ എപ്പോഴും നമുക്കറിയാം, ഫൈനാൻസ് റിപ്പോർട്ട് എപ്പോഴും ഒരു മാനേജ്മെന്റ് റിപ്പോർട്ടിൽ നിന്ന് വ്യത്യസ്തമായിരിക്കും. മാനേജ്മെന്റ് റിപ്പോർട്ടിന് പ്രത്യേക റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഇല്ല. ഒരു എക്സൽ എടുത്ത് നമുക്ക് എങ്ങനെ വേണേലും ഏത് രീതിയിൽ വേണേലും പ്രസന്റ് ചെയ്യാൻ സാധിക്കും. എന്നാൽ ഒരു ഫൈനാൻഷ്യൽ റിപ്പോർട്ടിംഗ് അല്ലെങ്കിൽ ഒരു ഫൈനൽ അക്കൗണ്ട്സിനെ സംബന്ധിച്ചോളം അത് ഗ്യാപ്പിന്റെ പറഞ്ഞിരിക്കുന്ന ആ ഒരു ഫോർമാറ്റ് പ്രകാരം അല്ലെ ആ രീതി പ്രകാരമേ നമുക്ക് കാര്യങ്ങളെല്ലാം പ്രിപ്പയർ ചെയ്യുവാൻ പറ്റത്തുള്ളൂ. ആ സിസ്റ്റമെ നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. ഇനിയും നേരത്തെ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഞാൻ നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇന്ന് നമ്മൾ പ്രധാനമായിട്ട് നോക്കുന്നത് എന്താണ്? യൂസേഴ്സ് ഓഫ് ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ്. യൂസേഴ്സ് വിത്ത് ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് ഇൻട്രസ്റ്റ്, external users, internal users. Users with direct interest, കമ്പനിയുമായിട്ട് ഡയറക്റ്റ് ആയിട്ട് ഇൻട്രസ്റ്റ് ഉള്ള യൂസേഴ്സ് ഇൻക്ലൂഡ് ഇൻവെസ്റ്റേഴ്സ് ആൻഡ് പൊട്ടൻഷ്യൽ ഇൻവെസ്റ്റേഴ്സ്, സപ്ലയേഴ്സ് ആൻഡ് ക്രെഡിറ്റേഴ്സ്, എംപ്ലോയീസ് ആൻഡ് മാനേജ്മെന്റ്. Okay, those who are directly interested to the organization: investors and potential investors, suppliers, creditors, employees and management. And users having indirect interest include financial advisors and analysts, stock markets or exchanges, regulatory authorities. അതായത് ഇൻഡയറക്റ്റ് ആയിട്ട് നമ്മുടെ കമ്പനിയോട് ഇൻട്രസ്റ്റ് വരുന്ന, നമ്മുടെ കമ്പനിയുടെ ഫൈനാൻഷ്യൽ അഫയേഴ്സിൽ നോക്കുന്നവരെ ആരൊക്കെയായിട്ട് പറയാം? ഫൈനാൻഷ്യൽ അഡ്വൈസേഴ്സിന്റെ പണി എന്താണ്? അവർക്ക് മറ്റുള്ളവരെ അല്ലെങ്കിൽ ആരെങ്കിലും അഡ്വൈസ് ചെയ്ത് നമ്മുടെ കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യണോ വേണ്ടയൊക്കെ എന്ന് തീരുമാനിക്കുന്ന അഡ്വൈസേഴ്സ് ഉണ്ട്. അവർ നമ്മുടെ കമ്പനിയുടെ ഇൻഫർമേഷൻസിനെ നോക്കും. അതേപോലെ സ്റ്റോക്ക് മാർക്കറ്റ്സ്, എക്സ്ചേഞ്ചസ്, പീപ്പിൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയുള്ള അതിൻ്റെ രീതിയിലുള്ള ആവശ്യത്തിന് വേണ്ടി നോക്കുന്നവരുണ്ട്. അതേപോലെ ഗവൺമെന്റ് അതോറിറ്റീസ് അല്ലെ അതർ അതോറിറ്റീസ്, ഇൻകം ടാക്സ് അതോറിറ്റീസിനൊക്കെ നമ്മളുടെ ഫൈനാൻഷ്യൽ മാറ്റേഴ്സിൽ ഒരു ഇൻട്രസ്റ്റ് ഇൻഡയറക്റ്റ് ആയിട്ട് ഉണ്ടായിരിക്കും. There are some internal users. Use financial statements to make decisions affecting the operation of business. These include management, employees and the board of directors. So internal users of the financial reports ആരൊക്കെയാണ്? മാനേജ്മെന്റ്, എംപ്ലോയീസ് ആൻഡ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്. ഇതൊക്കെ നമ്മൾ നേരത്തെ തൊട്ടേ പഠിക്കുന്ന കാര്യങ്ങളാണ്. അതൊന്നും ഒത്തിരി എക്സ്പ്ലെയിൻ ചെയ്യണ്ട. +2 കഴിഞ്ഞവർക്കും CMA ചെയ്യാം. അപ്പം അതൊരു ഒത്തിരി ചില യൂണിറ്റ് ഒന്നും അത്ര പാടുള്ളതല്ല. പക്ഷെങ്കിൽ നമ്മളത് ഞാനിപ്പം പോയിന്റ്സ് ഒക്കെയാണ് പറയുന്നത്. നിങ്ങൾ ഇതിനെപ്പറ്റി കൂടുതലായിട്ട് നിങ്ങളുടെ PDF ഉണ്ടെങ്കിൽ അതെടുത്ത് നന്നായിട്ട് വായിക്കണം. ഓക്കെ, എക്സ്പ്ലനേഷൻ ഒക്കെ ഞങ്ങൾ ജസ്റ്റ് ഒരു ഓറിയന്റേഷൻ ആണ് തരുന്നത്. നിങ്ങൾക്ക് അല്പം കൂടെ നന്നായിട്ട് സ്വന്തം ടെക്സ്റ്റ് ബുക്ക് ഉപയോഗിച്ച് പഠിക്കേണ്ടതായിട്ട് വരും.
So external uses. Use financial statements to determine whether whether doing business with the firm will be beneficial. എക്സ്റ്റേണൽ യൂസേഴ്സിന്റെ എപ്പോഴും ആവശ്യം അങ്ങനെയൊക്കെ ഉള്ളതായിരിക്കും. അവരാരൊക്കെയാണ്? ഇൻവെസ്റ്റേഴ്സ്, ക്രെഡിറ്റേഴ്സ്, ഫൈനാൻഷ്യൽ അഡ്വൈസേഴ്സ്, സ്റ്റോക്ക് എക്സ്ചേഞ്ചസ്, റെഗുലേറ്ററി ഏജൻസീസ്. ഒന്നും പറയേണ്ട കാര്യമില്ലല്ലോ. ക്രെഡിറ്റേഴ്സ് എന്തിനാണ് നമ്മൾ നോക്കുന്നത്? അവർക്ക് ക്രെഡിറ്റ് തരണോ വേണ്ടയോ ഒക്കെ നമുക്ക് പൊട്ടൻഷ്യൽ ഉണ്ടോ തിരിച്ച് പേ ചെയ്യാൻ. അതേപോലെ റെഗുലേറ്ററി ഏജൻസീസ് എന്തൊക്കെയാണ്? ഗവൺമെന്റ് ആകാം, ഇൻകം ടാക്സ് അതോറിറ്റീസ് ആകാം, അല്ലെങ്കിൽ അതർ അതോറിറ്റീസ്. ദോസ് ഹു ഹാവ് എന്താണ് അവർ നോക്കുന്നത്? നമ്മളുടെ ഫേം നന്നായിട്ടാണോ അക്കൗണ്ട്സ് ചെയ്യുന്നത്, അല്ലെങ്കിൽ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഫോളോ ചെയ്യുന്നുണ്ടോ, എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കപ്പെടും. നെക്സ്റ്റ്, ഫീച്ചേഴ്സ് ഓഫ് ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ്. So the primary means of communicating financial information to external parties. So they must be prepared in the conformity with the generally accepted accounting principles, US GAAP. They must be prepared under the accrual basis of accounting. So financial statement to be prepared under accrual basis of accounting, and they should follow the principles of GAAP, and it should be communicatable to the users of the report. A full set of financial statement includes എന്തൊക്കെയാണ് ഇൻക്ലൂഡ് ചെയ്യുന്നത്? സ്റ്റേറ്റ്മെന്റ് ഓഫ് ഫൈനാൻഷ്യൽ പൊസിഷൻ, അല്ലെങ്കിൽ നമ്മൾ എന്തിനാണ് പറഞ്ഞത്? ബാലൻസ് ഷീറ്റ് എന്നാണ് നമ്മൾ ഇന്ത്യയിൽ പറയുക, അല്ലെങ്കിൽ ഫൈനാൻഷ്യൽ പൊസിഷൻ എന്ന് പറയുമ്പോൾ എപ്പോഴും ബാലൻസ് ഷീറ്റിനെ ഓർക്കുക. സ്റ്റേറ്റ്മെന്റ് ഓഫ് കോംപ്രഹെൻസീവ് ഇൻകം, ഓക്കെ, ഇൻകം സ്റ്റേറ്റ്മെന്റ് നല്ല ഡീറ്റെയിൽഡ് ആയിട്ട് ഫോർമാറ്റിലുള്ള ഇൻകം സ്റ്റേറ്റ്മെന്റ്. സ്റ്റേറ്റ്മെന്റ് ഓഫ് ചേഞ്ചസ് ഇൻ ഇക്വിറ്റി, സ്റ്റേറ്റ്മെന്റ് ഓഫ് ക്യാഷ് ഫ്ലോ. ഇത്രയാണ് ഒരു സെറ്റ് ഓഫ് ഫുൾ സെറ്റ് ഓഫ് ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ആസ് പെർ ഗ്യാപ്പ് പറയുന്നത്. Next, information must be relevant and faithful represented. That is very relevant point also, because the report must be relevant and faithfully prepared. Comparability allows users to understand similarities and difference. Why it is to be relevant and faithful? Because we have to compare with the other organizations' profit and loss and financial position. We can compare if everybody prepared relevantly and also followed by the GAAP instructions. And statements are prepared under ongoing going concern assumption. We know what is going assumption. We are assuming that business is running for a long time, and the near future it will not going to stop the business. So on that concept we are preparing the statements. Next, financial statement relationships. There are some relationship with some items and with other items. Okay, financial statement complement each other. Net income or loss, accumulated retained earnings. Components of cash and cash equivalent, statement of cash flows. Items of equity, statement in changes in equity. Ending inventories, calculation of cost of goods sold. Amortization and depreciation, balance sheet. സോ ഇത് നമുക്കറിയാവുന്ന കാര്യങ്ങളാണ്. ഇപ്പോൾ തന്നെ ഡിപ്രിസിയേഷൻ ഒക്കെ ആണെങ്കിൽ നമ്മൾ ബാലൻസ് ഷീറ്റിൽ അസറ്റിൽ നിന്ന് ഡിഡക്ട് ചെയ്യണം. അതുപോലെ എൻഡിങ് ഇൻവെന്ററീസ് നമ്മൾ എന്താണ് ട്രേഡിംഗ് അക്കൗണ്ടിൽ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ ചെയ്യും. നെറ്റിംഗ് ഓർ ലോസ് അക്യുമുലേറ്റഡ് റീറ്റെയിൻഡ് ഏർണിംഗുമായിട്ട് ബന്ധപ്പെട്ടിരിക്കും. കമ്പോണൻസ് ഓഫ് ക്യാഷ് ആൻഡ് ക്യാഷ് ഇക്വലൻസ്, സ്റ്റേറ്റ്മെന്റ് ഓഫ് ക്യാഷ് ഫ്ലോയുമായിട്ട് അതിനെ ബന്ധപ്പെടുത്തുവാൻ സാധിക്കും. ഐറ്റംസ് ഓഫ് ഇക്വിറ്റി, സ്റ്റേറ്റ്മെന്റ് ഓഫ് ചേഞ്ചസ് ഇൻ ഇക്വിറ്റിയിൽ കാണിക്കുവാൻ സാധിക്കും. അപ്പം ഇതൊക്കെയാണ് ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് റിലേഷൻഷിപ്സ്. നെക്സ്റ്റ്, accrual basis of accounting. Accrual basis of accounting is an accounting method where revenue or expenses are recorded when transaction occurs rather than when payment received or made. Revenues are recognized the period in which they are earned, even if the cash will be received in a future period. That we know what is accrual. Accrual means we received or received the money is not relevant in this case. ഇവിടെ എപ്പോഴാണ് റവന്യൂ റെക്കഗ്നൈസ് ചെയ്യുന്നത്? വെൻ ദേ ഏൺഡ്, നോട്ട് വെൻ ദ ക്യാഷ് റിസീവ്ഡ്. അതുപോലെ എക്സ്പെൻസസ് ആർ റെക്കഗ്നൈസ് ദ പീരീഡ് ഇൻ വിച്ച് ദേ ഇൻക്വേർഡ്. Expenses are incurred for a month, we consider it as an expense. Whether we paid or not paid is not a matter in the accrual basis of accounting. So these are the points we discussed. 5 points: accrual basis of accounting, financial statement of relationships, and features of financial statements, uses of financial statements, and the objective of financial reporting. So these things we
included on this first point. You see, concept of financial accounting. We discussed 5 points over there, and I hope you all understood it well. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റിൽ രേഖപ്പെടുത്താം. പിന്നെ നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഫൈനാൻഷ്യൽ പൊസിഷൻ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. ഞാൻ അല്പം കൂടെ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ഏരിയാസ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ അല്പം കൂടെ എക്സ്പ്ലെയിൻ ചെയ്യണമെങ്കിൽ നിങ്ങൾ പറയണം. This is just an orientation. You have to read your textbooks also. Okay, thank you.